ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണ്? എല്ലാവരും സേഫാണോ? നമ്മളെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ ഓരൊക്കെ കാണാണ്ടാവുമ്പോൾ പെട്ടെന്നൊരു സങ്കടം പോലെ കേട്ടോ. അപ്പോൾ സേഫാണോ അല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ നമുക്ക് മഴയുള്ള ദിവസം ഒന്നും എടുത്ത് പറയാനില്ലേ. 2-3 ദിവസമായിട്ട് നിർത്താണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ പിന്നെ വെള്ളം കയറുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തതിനെ കൊണ്ട് അത് വലിയൊരു ഭാഗ്യമാണ്. മഴ പെയ്താൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അങ്ങനത്തെ സ്ഥലമാണ് ഞങ്ങളിവിടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഭാഗ്യമാണെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾക്കിവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ പ്രശ്നം അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾ കുറച്ച് നേരത്തെ സ്കൂളൊക്കെ വിട്ട് കുറച്ച് നേരത്തെ എത്തിയിട്ടോ. മഴ ആയതുകൊണ്ട് ഇന്ന് നേരത്തെ വിടുന്ന മെസ്സേജ് ഉണ്ടായിന് കേട്ടോ. പക്ഷേ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല, സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ന്യൂഡിൽസ് ഉണ്ട്. അപ്പോൾ അത് ചൂടോടെ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ്. അപ്പോൾ പിന്നെ ഒരു വന്നതിൻ്റെ ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ലേനി. അപ്പം മാങ്ങ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് രണ്ടാക്കും കൂടി ചെത്തിക്കൊടുത്ത്. അപ്പോൾ അതൊന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാൾ ഓരോ കാര്യം നോക്കിയിട്ട് ഓരോരോ പാട്ടിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അതും ഇതൊക്കെ ആയിട്ട് നടന്നോളും. പിന്നെ ഇപ്പോൾ പുറത്ത് അങ്ങനെ കളിക്കാൻ വിടില്ലേ, മഴയല്ലേ. അപ്പോൾ അങ്ങനെ പുറത്ത് പോയി കളിക്കലില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് ഇതുപോലെ വരയ്ക്കലോ പിടിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കേട്ടോ രണ്ടാളും കൂടി അങ്ങനെയൊക്കെയാണ് കളിക്കുക. അപ്പോൾ ഇതാ ശിഖമോള് ഇപ്പം TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്ദൂട്ടിന് ഇതാ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പതിപ്പുണ്ടല്ലോ, ബഷീർ ദിനത്തിനോടനുബന്ധിച്ചിട്ട് പതിപ്പ് തയ്യാറാക്കാണ്ട്. അപ്പോൾ വെട്ടി ഒട്ടിക്കണ്ട, ബഷീറിനെ ഞാൻ വരയ്ക്കുന്നു പറഞ്ഞിട്ട് ഓനിരുന്ന് അത് വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ന്യൂഡിൽസ് എന്നുള്ള പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറി പഴംപൊരിയും കട്ടൻ ചായ ആക്കാമെന്ന് വിചാരിച്ച്. പുറത്ത് നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ മഴ നിന്നിട്ടില്ല. മഴ ഇങ്ങനെ നിൽക്കാണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ശക്തിയാവും, ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് മെല്ലെ പെയ്യും, അങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മഴയൊന്ന് ചെറുതായിട്ടൊന്ന് തോർന്ന സമയത്ത് ഞാൻ പീടികയിൽ പോയിട്ട് പഴമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. പഴമില്ലേനി, അപ്പം പഴം വാങ്ങിക്കൊണ്ടുവന്ന്. പഴത്തിൻ്റെ വില കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട് 65 ഉറുപ്പ്യാണ് 1 കിലോ പഴത്തിന്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, പഴമൊക്കെ വാങ്ങി. അപ്പോൾ ഏട്ടനും ഒന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനാ പറഞ്ഞത് പഴംപൊരിയും കട്ടൻ ചായ ആക്കാന്ന്. അപ്പോൾ ഏട്ടൻ നല്ല ഉറക്കത്തിലേനി, പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതാണ്. അങ്ങനെ നല്ല ഉറക്ക് പാസ്സാക്കി, മഴയല്ലേ. അപ്പോൾ നല്ല ഉറക്കിലാണ് മൂപ്പര്. അപ്പോൾ എന്തായാലും പഴംപൊരിയും കട്ടൻ ചായയും ഒക്കെ റെഡിയാക്കാം. എന്നിട്ട് ഉഷാറായിട്ട് നമുക്ക് മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പഴംപൊരിയും കട്ടനൊക്കെ അടിക്കാം. അപ്പോൾ നമ്മളെ പഴംപൊരി ഉണ്ടാക്കുന്ന പരിപാടി അവിടെ നടക്കട്ടെ. അപ്പോൾ അത് നമ്മളെ ബേസിക് ആയിട്ടുള്ള കുക്കിങ്ങിൽ വരുന്ന സംഗതിയല്ല, എല്ലാവർക്കും അറിയാം പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ നിങ്ങളൊക്കെ അതിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മളെ പഴംപൊരി അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരിയല്ല, എന്നാലും വലിയ തരക്കേടില്ലാണ്ട് നമുക്കൊരു കട്ടനൊക്കെ കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള പഴംപൊരിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. അപ്പോൾ അത് നിങ്ങൾ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റ് ഉണ്ടായിട്ട് അബി എങ്ങനെയാണ് മടി മാറ്റിയെന്നുള്ളത്. അപ്പോൾ ഈ മടി എന്ന് പറയുന്ന സംഗതി, നമ്മൾ ഈ മടി എന്ന് ഈ പേരിട്ട് വിളിക്കുന്ന ഈ സംഗതി എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ. ഈ മടി എന്ന് പറഞ്ഞ സംഗതി ലെവലേശം ഇല്ലാണ്ട് എല്ലാ ദിവസവും ഭയങ്കര ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും വിചാരിച്ച രീതിയിൽ ഒരു മടിയും ഇല്ലാണ്ട് ചെയ്ത് തീർക്കണ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടെങ്കിൽ അത് സ്വപ്നത്തിലുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. സ്വപ്നത്തിലെ ആ ഒരു സംഗതി നടക്കുള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കുള്ളൊരു സംഗതിയാണ് ഈ മടി എന്നുള്ളത്. ആ ഒരു സത്യാവസ്ഥ ആദ്യം നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കാം. പിന്നെ ഈ മടി വന്നു കഴിഞ്ഞാൽ അതിന്ന് വേഗം അങ്ങോട്ട് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കുത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ പോയി സംഗതി, അവിടെ നമുക്ക് പണിപാളും. പിന്നെ നമ്മൾ വിചാരിക്കണേനെക്കാട്ടും വലിയ വില്ലനായിരിക്കും ഈ മടി എന്നുള്ള ആൾ. അപ്പോൾ ഈ ആവശ്യമുള്ളിടത്തിൽ മടി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. നമുക്ക് എവിടെയാണോ, നമുക്ക് എന്ത് കാര്യമാണോ ആവശ്യമില്ലാത്തത് അവിടെ മടി ഉണ്ടാവും. അപ്പോൾ സംഗതി ഞങ്ങൾക്ക് പിടികിട്ടിയില്ലല്ലേ. അപ്പോൾ ഒന്നും കൂടി ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. ആവശ്യമില്ലാത്തടത്തിൽ പ്രവൃത്തി ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദാഹിച്ച് കുത്തിരിക്കുന്ന ഒരാളാണ്. നമ്മളൊരു ടേബിളിൻ്റെ അടുത്ത് കസേരക്കെട്ട് കുത്തിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ ടേബിൾ മേൽ നമുക്കൊന്ന് നടന്ന് പോയി എടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ കുപ്പിയും വെള്ളം വെച്ചിരിക്കണം. പക്ഷെ അത് എടുക്കാൻ അങ്ങോട്ട് പോകാനുള്ളൊരു മടിയാണ് നമ്മൾ, അത്രയും മടിച്ചായിട്ടുള്ള ഒരാളാണ് നമ്മളെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ആ വെള്ളം ഒന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ, ആ ഒരു വെള്ളം ഒന്നും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എനിക്ക് കുടിക്കേനി. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇവിടെ എടുത്ത് കൊണ്ടുതന്നാലും മതിയേനി, എന്നാൽ കുടിക്കേനി. അപ്പോൾ ഇതൊന്നും നടക്കാണ്ടാകുമ്പോൾ എന്താവും? ഈ ദാഹം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ നമ്മൾ എന്താക്കും? നമ്മൾ അവിടുന്ന് മെല്ലെ എണീറ്റ് ആ കുപ്പിയിലുള്ള വെള്ളം പോയിട്ട് എടുത്ത് കുടിച്ച് നമ്മളെ ദാഹം തീർക്കും അല്ലേ. ഇത് സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് എന്ത് മനസ്സിലായി? ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം കുടിക്കണം എന്നുള്ളത് നമ്മൾ അത്രയും ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി നടക്കും. ആ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ അവിടെ മടി ഉണ്ടാവില്ല.
അതൊരാവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു വെള്ളം കുടിക്കണമെങ്കിൽ ആ ഒരു ദാഹം എന്നുള്ളത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു ദാഹമാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രവൃത്തി നടക്കില്ല. ആ മടി കൊണ്ട് നമ്മൾ എന്താക്കും, അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതവിടെ വെക്കും. ആ ഒരു നമ്മൾ എണീറ്റ് പോയി അത് എടുത്ത് കുടിക്കാനുള്ള ആ ഒരു പ്രവൃത്തി അവിടെ നടക്കൂല. അപ്പം അവിടെ മടി എന്ന് പറഞ്ഞ ആ ഒരു സംഗതി, പ്രവൃത്തി നടന്നിട്ടില്ലെങ്കിൽ എന്താ, അവിടെ മടി ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മളെ മടി എന്ന് പറയണത്. മടി മടി എന്ന് വിളിച്ച് നമ്മൾ പറയണതിൻ്റെ ആ ഒരു ഗുട്ടൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? കുറുക്കൻ്റെ നമ്മളെ മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ കുറുക്കൻ്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ല, എല്ലാവരും കേട്ട കഥയായിരിക്കും. ഇപ്പോൾ നമ്മളെ മക്കൾക്കും പറഞ്ഞു കൊടുത്തൊരു കഥയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ നല്ല സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ നല്ല സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേണം. ഇതൊക്കെ സ്വപ്നം കാണുന്ന എത്ര ആൾക്കാരുണ്ട്, ഒന്ന് കൈ വന്ദിച്ച് നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ സ്വപ്നമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ ജീവിതത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കണം എന്നുള്ളത്. പക്ഷെ അതിനെന്ത് വേണം, നമ്മുടെ പുളിസോ കുറച്ചൊന്ന് പുളിക്കൂലേ, ഇത്തിരി അങ്ങോട്ട് പുളിക്കുക അത് കിട്ടണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം. അപ്പം നമ്മൾ വിചാരിച്ചാലും കുറച്ചും കൂടി എഫേർട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ അധ്വാനിച്ചാലേ നമ്മൾ ആ ഒരു ജീവിത സാഹചര്യമൊക്കെ മാറി നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അതൊരു ആവശ്യമാണ്. എൻ്റെ ജീവിതം എനിക്ക് മാറ്റിമറിക്കണം, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു പ്രവൃത്തി ഉണ്ടാവും, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രവൃത്തി ഉണ്ടായാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളിതിങ്ങനെ സ്വപ്നം കണ്ട് കുത്തിരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ മടിച്ചയാളാണല്ലോ. അപ്പം നമുക്ക് ഏറ്റവും വലിയ പോം വഴി എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ എന്താ, ഇതങ്ങോട്ട് റിവേഴ്സായിട്ട് അങ്ങോട്ട് ചിന്തിക്കുക എന്നുള്ളത്. നമ്മളെ കുറുക്കൻ മുന്തിരീനെ പറ്റിയിട്ട്, മുന്തിരീനെ നോക്കിയിട്ട് കിട്ടാണ്ടായപ്പം പറഞ്ഞില്ലേ ഇനി അത് പുളിക്കുന്നു, അതുപോലെ നമ്മൾ അങ്ങോട്ട് പറയൂലേ. നമ്മളെ ജീവിതത്തിൽ ഇതൊന്നും നമുക്ക് യോഗമുള്ള കാര്യമല്ല, നമുക്കൊന്നും നടക്കണ കാര്യമില്ല ഇതെന്നും പറഞ്ഞിട്ട് നമ്മൾ അതിനങ്ങനെ അങ്ങോട്ട് എഴുതി തള്ളും. പരിപാടി വേഗം കഴിഞ്ഞല്ലോ, സംഗതി വേഗം തീർന്നല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ഒട്ടുമിക്ക സ്ഥലത്തും മടി വരാനുള്ള കാരണം. അപ്പം നമുക്ക് ആ ഒരു ലൈഫ് നമുക്ക് ആവശ്യമില്ലാത്തൊരു സംഗതിയായി മാറും. ആവശ്യമില്ലാണ്ടാവുമ്പോൾ എന്താവും, അവിടെ പ്രവൃത്തി ഉണ്ടാവില്ല. അപ്പം നമ്മളങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ കുത്തിരുന്ന് ഇങ്ങനെ കളിക്കും. അങ്ങനെ നമ്മളെ ജീവിതം അങ്ങോട്ട് കഴിയും. അതാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യം. അപ്പോൾ ഇതിന്ന് മടി മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന്നൊരു സ്റ്റെപ്പ് എടുത്താലല്ലേ നമുക്ക് ആ ഒരു മടീനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നെക്കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് അതിനൊന്നും യോഗമില്ല, എൻ്റെ ജീവിതം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആയെന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളുന്നതിന് പകരം എനിക്കതൊക്കെ പറ്റും. ഒരു സംഗതി നമുക്ക് പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. വേറൊരാൾക്ക് അത് പറ്റിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കും അത് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കലാണ് ആദ്യത്തെ പരിപാടി. അല്ല, അത് അബി പറഞ്ഞത് റെഡിയാണ്. പക്ഷേ ഈ സെൽഫ് കോൺഫിഡൻസ് ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വാങ്ങാൻ പറ്റുന്ന 1 കിലോ സെൽഫ് കോൺഫിഡൻസ് ഇങ്ങോട്ട് എടുക്കിയെന്ന് പറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന സംഗതിയാണോ? അല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. സംഗതി നിസ്സാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമുക്കൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മുറിച്ചിട്ട് ചെറിയ ഭാഗങ്ങളാക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ വീട്ടിലിരുന്നാൽ പോരാ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഈ യൂട്യൂബ് ചാനലിൽ നിന്നൊരു ഇൻകം കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഈ ഇൻകം കിട്ടാണ്ട് എനിക്കൊരു പാഷനായിട്ട് ഇതിലേക്ക് വന്ന ആളാണെന്നൊന്നും എവിടെയും പറയില്ല കേട്ടോ. എനിക്ക് ഉറപ്പായിട്ട് അറിയുന്നു ഇതിന്ന് ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പം നമുക്ക് ഇതിന്നൊരു ഇൻകം കിട്ടും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് മക്കളെ കാര്യങ്ങളായാലും ഫാമിലീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ചെറിയ രീതിയിൽ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ഫോണിൽ പൈസ കയറ്റാനുള്ള ആ ഒരു റീചാർജ് ചെയ്യാനുള്ള പൈസയെങ്കിലും ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ചെറിയ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് അത് ചെറിയൊരു ആഗ്രഹമാണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് വലിയ ആഗ്രഹങ്ങൾ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് നേടിയെടുത്ത ഒരാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അതൊരു വലിയ സ്വപ്നമായി കണ്ട് അവിടെ എങ്ങനെ ഇരുന്നിനെങ്കിലും നടക്കുമെന്നെ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. പെർഫെക്റ്റായിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുന്നല്ല, അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അതങ്ങോട്ട് ചെയ്ത് തുടങ്ങുക. ആ ഒരു ചെയ്ത് തുടങ്ങുക എന്നുള്ള ആ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളൊരു ഗോളായിട്ട് കാണാം. അപ്പോൾ അതിലൊരു ടിക്ക്. അപ്പോൾ ഈ വലിയ സ്വപ്നത്തിലേക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടണം, അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആവണം, അല്ലെങ്കിൽ ഒരു പ്ലേ ബട്ടൺ കിട്ടണം എന്നുള്ളതൊക്കെ ഒരു വലിയ സ്വപ്നമായിട്ട് കണക്കാക്കുന്നത് കൂട്ടത്തിൽ ഈ യൂട്യൂബിൻ്റെ ഒരു അക്കൗണ്ട് തുടങ്ങി എന്നുള്ളത് ഒരു ചെറിയ ഗോളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗോളായി കഴിഞ്ഞാൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിനൊരു ടിക്ക് വരും. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ വേറെ മെയിൽ ഐ ഡിയിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണതല്ല കേട്ടോ ഞാൻ പറയണത്. വേറൊരാൾ നമ്മളൊരു ചാനൽ കണ്ട് ഓരോ കൈ കൊണ്ട് ഓരോ വിരലുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഒരു സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റത്തെ ആ ഒരു 1 സബ്സ്ക്രൈബർ എന്നുള്ളത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മളൊരു ഗോളാണ് അല്ലേ.
അപ്പോൾ ഈ യൂട്യൂബ് ജേണിയിൽ ഒരിക്കലും ഒരാൾ ഈ 1 മില്യണോ അല്ലെങ്കിൽ 10 മില്യണോ ഉള്ള ആൾക്ക് ഒരിക്കലും ഒരു സബ്സ്ക്രൈബർ എന്നുള്ളത് ആ ഒരു കടമ്പ കടക്കാണ്ട് ഈ പെട്ടെന്ന് 10 മില്യണിലേക്ക് എത്താനാവില്ലല്ലോ. അങ്ങനെ ഒരു ഇതുപോലെ 1, 2, 3, 4 ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു 10 മില്യണിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അതും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അങ്ങനെ അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെ ഓരോരോ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെറിയ ചെറിയ ഈ ഗോളായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആ ഓരോ ചെറിയ ചെറിയ ഗോളും ഈ നമുക്ക് നേടിയെടുക്കുമ്പോൾ അത് നമുക്ക് തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണത്. അപ്പോൾ ഈ വലിയൊരു സ്വപ്നം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വലിയ ഗോള് അച്ചീവ് ചെയ്താൽ മാത്രമേ എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റൂ എന്നുള്ളതിന് പകരം ഇതുപോലെ നമ്മളെ വലിയ ഗോളിനെ ചെറിയ ചെറിയ കഷ്ണാക്കി ചെറിയ ചെറിയ ഗോളായിട്ട് സെറ്റ് ചെയ്യുക. ആ ചെറിയ ചെറിയ ഗോള് നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, അങ്ങനെയാണ് നമ്മളെ കോൺഫിഡൻസിൻ്റെ ലെവൽ നമ്മൾ കൂട്ടിയെടുക്കേണ്ടത്. ഇപ്പം നിങ്ങളോടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ അഫർമേഷൻ. നിങ്ങൾ കേട്ടിക്കണം, ഈ അഫർമേഷൻ എന്നുള്ളത് ഭയങ്കര ശക്തിയായിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല. അത് പഠിച്ച് പറഞ്ഞ ആൾക്കാർ വീഡിയോസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അഫർമേഷൻ, മലയാളം അഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഇതുപോലെ പഠിച്ച അറിവുള്ള ആൾക്കാർ പറഞ്ഞ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കാണ്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അതും ശരിയാണോ, പൂർണ്ണമായിട്ട് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് നിങ്ങളോട് പറയാത്തത്. അപ്പോൾ ഈ അഫർമേഷൻ എന്നുള്ളതിനെ പറ്റി എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് കാര്യമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നമ്മളെ ചിന്തയായിട്ട് മാറുക. പിന്നെ ആ ഒരു ചിന്തയെ നമുക്കത് പ്രവൃത്തിയിലേക്ക് മാറും. ആ ഒരു പ്രവൃത്തി പിന്നെ നമ്മളെ സ്വപ്നം എന്നുള്ള ആ ഒരു റിസൾട്ടായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു അഫർമേഷനെ പറ്റി എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അപ്പം നമ്മൾ മനസ്സിലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന തരത്തിൽ ഈ അലറി വിളിച്ചിട്ട് അങ്ങനെ പറയാനല്ല കേട്ടോ. അത് അങ്ങനെ അലറി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാവും. ആൾക്കാർ നമ്മളെ വേറെ ലെവലിലെത്തിക്കും. അപ്പം എനിക്ക് നിൽക്കണ്ട. അപ്പം നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഹൈലി എനർജറ്റിക് ആണ്, അല്ലെങ്കിൽ ഞാൻ പവർഫുള്ളാണ്, ഇപ്പം എനിക്ക് ആ ഒരു മടി എന്ന് പറയണതില്ല, ഞാൻ ആ ഒരു സ്റ്റേറ്റിൽ, ഞാൻ പവർഫുള്ളായിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്, ആ ഒരു സ്റ്റേറ്റിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ സ്വപ്നം നേടിയെടുക്കും. ഇങ്ങനത്തെ അഫർമേഷൻ വേർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കാം. ദിവസത്തിൽ ഒരു 10 മിനിറ്റ് നമ്മളെ കണ്ണാടിയിൽ നോക്കിയിട്ട് കാര്യം പറഞ്ഞാൽ നമ്മളെ തന്നെ സ്വയം ഒന്ന് അങ്ങോട്ട് പുകഴ്ത്തി പറയാം. അത് ഈ കഞ്ഞിൻ്റെ വെള്ളം കുടിക്കാത്തതിൻ്റെ തൊട്ട് കുത്തിരുന്നിട്ട് പറയാനല്ല കേട്ടോ. നല്ല എനർജി തന്നെ ഞാൻ ഹൈലി എനർജറ്റിക് ആണെന്ന് പറയുന്നത് കഞ്ഞിൻ്റെ വെള്ളം കുടിക്കാണ്ട് ഞാൻ ഹൈലി എനർജറ്റിക് ആണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളത് മനസ്സുകൊണ്ട് പറയണം. അതാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെയുള്ള നല്ല നല്ല അഫർമേഷൻസ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് നമ്മൾ ആ ഒരു അഫർമേഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഫർമേഷൻ നമ്മളെ ചിന്തയായിട്ട് മാറും. ആ ഒരു ചിന്ത പിന്നെ നമുക്കത് പ്രവൃത്തിയായിട്ട് മാറും. അങ്ങനെ പ്രവൃത്തി ചെയ്താൽ നമ്മളെ സ്വപ്നത്തിലേക്കുള്ള ആ ഒരു പ്രവൃത്തികൾ ഉറപ്പായിട്ട് നമുക്കുള്ള ആ ഒരു സ്വപ്നം എന്നുള്ള ആ ഒരു റിസൾട്ട് തരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മടി മാറ്റിയെടുക്കുക. പിന്നെ മടി മാറ്റിയെടുക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക്, ആ മടി എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ആ ഒരു മടി എന്നുള്ളതിനെ പൊട്ടിച്ചിങ്ങോട്ട് കളഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു ട്രിക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കണം. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മടിയുള്ളവർ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിതാ ഇത്രയ്ക്ക് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ചെറിയൊരു മോട്ടിവേഷനും അതിൻ്റെ കൂടെ നമ്മളെ പഴംപൊരി കഴിപ്പും നല്ല മഴയും കട്ടൻ ചായയും പഴംപൊരിയൊക്കെ ആയി. പിന്നെ മഴയൊന്ന് ജസ്റ്റ് ഒന്ന് തോർന്ന സമയത്ത് ഞാൻ വേഗം പോയി ഇന്നത്തെ അലക്കിൻ്റെ കാര്യം പറയാണ്ടിരിക്കണതാണ് നല്ലത്. എത്ര പ്രാവശ്യം കൊണ്ടാണെന്നറിയാം കുറച്ച് തുണി അലക്കിയെടുത്തത്. അലക്കാൻ അങ്ങോട്ട് ഇറങ്ങും, സോപ്പ് എടുത്ത് ഉരയ്ക്കുമ്പോഴത്തേക്ക് മഴ പെയ്യും, പിന്നെ ഇങ്ങോട്ട് കയറും. ഒരു കണക്കിനാണ് അത്രയും അലക്കി വെച്ചത്. അലക്കിയത് പിന്നെ ഒലുമ്പിടാൻ. ഒലുമ്പാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, അതന്നെ സംഗതിയൊക്കെ മനസ്സിലായില്ല. അലക്കിയ തുണികളൊക്കെ ഒന്ന് ഒലുമ്പി ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി ആറിടണം. ആറിടൽ ഇപ്പോൾ ഇന്ന് നടക്കുമെന്ന് അറിയില്ല. അവിടെ ഹൗസ്ഫുള്ളാണ് മേലത്തായാലും മൊത്തം. അപ്പോൾ അതെന്തായാലും നാളത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളും പിന്നെ വൈകുന്നേരത്തെ ആ ഒരു ക്യുക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.